അപ്പൊ അർജുനെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. An edge of a variable cube is increasing at the rate of 3 centimeters per second. How fast is ഒരു സെക്കൻഡ്. അപ്പോ ചോദ്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? cube? ഒരു ക്യൂബുമായി ബന്ധപ്പെട്ടാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ സമചതുരക്കട്ട ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം എന്താണ്? ഈക്വൽ ആണ്. ക്യൂബിന് പ്രധാനമായിട്ടൊരു ഒറ്റ മെഷർമെന്റേ ഉള്ളൂ, അതിന്റെ എഡ്ജ്, അതിന്റെ എഡ്ജ് അല്ലെങ്കിൽ വൺ സൈഡ്. നമ്മൾ വൺ സൈഡിനെ അല്ലെങ്കിൽ എഡ്ജിനെ നമ്മൾ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി വായിച്ചാൽ അർജുനെ, an edge of a variable cube is increasing at the rate of 3 centimeter per second. അതായത് ഒരു ക്യൂബിന്റെ എഡ്ജ് ഓരോ സെക്കൻഡിലും 3 സെന്റിമീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് സിമ്പിളി പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? എഡ്ജിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ആ എഡ്ജ് ഓരോ സെക്കൻഡിലും 3 സെന്റിമീറ്റർ വെച്ച് കൂടുന്നു. നമുക്ക് എന്താ പറയാം? dx by dt is equal to 3 centimeter per second ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി വെച്ച അർജുനെ. How fast is the volume of the cube increasing when the edge is 10 centimeters low? ഇൻക്രീസിങ് കഴിഞ്ഞിട്ട് ഒരു കോമ എഴുതുക. അവിടം വരെ ഒന്ന് വായിച്ച അർജുനെ, ആ കോമ വരെയുള്ളത്. How fast is the volume of the cube increasing? അപ്പോൾ ക്യൂബിന്റെ വോളിയത്തിനുണ്ടാകുന്ന ഇൻക്രീസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കുന്നത്. നമ്മൾ എഴുതുന്നു വോളിയം ഈക്വൽ, വോളിയത്തിനെ നമ്മളിപ്പോൾ വി കൊണ്ട് ഡിനോട്ട് ചെയ്താൽ ക്യൂബിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ വോളിയം എന്ത് വരും? എക്സ് ക്യൂബ്. ഇതിനുണ്ടാകുന്ന ചേഞ്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു വാട്ട് ടൈം. അപ്പോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഇൻറ്റു എന്താ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വരാൻ കാരണം ടൈം ആദ്യം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെ വില തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. എത്ര? ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെ വില 10 അല്ലേ? 10 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിയുടെ വില 10ന്റെ സ്ക്വയർ. അപ്പോ 3 ഇൻറ്റു 10ന്റെ സ്ക്വയർ എത്ര? 100 ഇൻറ്റു 3. 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 100 900. യൂണിറ്റ് പറഞ്ഞേ, സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ ആ ക്യൂബിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് എത്രയാണ്? 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അർജുന ഡൗട്ട് മാറിയോ? ഓക്കെ, എഴുതിയെടുത്തായിരുന്നു? എഴുതിയെടുത്ത്. ഇനി ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഉണ്ട് സർ. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? അപ്പൊ 9ാമത്തെ ചോദ്യം ഞാൻ ആരോടെങ്കിലും വായിക്കാൻ പറഞ്ഞായിരുന്നു? ഇല്ല. ആരണ്യ രാജേഷ് ഉണ്ടോ? ആരണ്യ രാജേഷ് വായിച്ചാടാ. ആരണ്യ
A balloon which always remains spherical has a variable radius. Find the radius at which its volume is increasing with the radius when the later is 10 centimeter. A balloon which always remains spherical has a variable radius. അതായത് ഒരു ബലൂണ് അതിൻ്റെ റേഡിയസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ അപ്പോഴെല്ലാം ബലൂൺ എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? സ്ഫെറിക്കൽ ഷേപ്പിലാണ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിങ്. എന്തിനുണ്ടാകുന്ന ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴ്? വിത്ത് ദ റേഡിയസ്. എന്തനുസരിച്ച്? റേഡിയസിനനുസരിച്ച് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കുക. വെൻ ദ ലാറ്റർ ഈസ് 10 സെൻറ്റിമീറ്റർ. അവിടെ കൊടുക്കാനുള്ള വിലയാണ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം വോളിയം ആരെക്കുറിച്ചാണ് ചോദ്യം പറഞ്ഞേക്കുന്നത്? ചോദ്യം ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനെ അല്ല, ചോദ്യം ആരെക്കുറിച്ചാണ്? സ്ഫെറിക്കൽ അല്ലെങ്കിൽ ബലൂണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതുക ബലൂൺ. ഈ ബലൂൺ എന്ത് ഷേപ്പിലായിരിക്കുന്നത് ശ്രീഹരി? അപ്പൊ സ്ഫെറിക്കൽ എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് നമ്മൾ പറയുമ്പോൾ സ്ഫിയർ എന്ന് പറയണം. എന്താ പറയണം? സ്ഫിയർ. ഓക്കെ. സ്ഫിയർ ആകുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് ആണുള്ളത്. അതേതാ ശ്രീഹരി? സ്ഫിയറിനെ സംബന്ധിച്ച് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് ആണുള്ളത്. അതാരാ? റേഡിയസ്. എന്താണ് ആ റേഡിയസ്? നമ്മൾ എന്തായാലും എടുത്തു, റൈറ്റ് എടുത്തു. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതിൻ്റെ വോളിയത്തെ കുറിച്ചാണ്. വോളിയം ഈക്വൽ, വോളിയത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരം വി ആണ്. സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തുവായിരുന്നു? 4/3. ഇതാണ് സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 4/3 πr ക്യൂബ്. ഈ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്റ്റ് ടു വാട്ട്? റേഡിയസ്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു വിത്ത് റെസ്പെക്റ്റ് ടു റേഡിയസ്. അപ്പോൾ dv/dr is equal to 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു ആറിൽ എന്തോ വരും? 3r². രണ്ട് ഈ 3യും ഈ 3യും കൂടെ വെട്ടിപ്പോകും. അപ്പോൾ dv/dr is equal to 4πr². ഇവിടം വരെ ഓക്കെ ആണോ ശ്രീഹരി? അപ്പൊ ഇനി ക്വസ്റ്റ്യന് പറയുന്നുണ്ട് എത്ര സെന്റിമീറ്റർ? 10. അപ്പോ dv/dr ഒരു ബോക്സിലിട്ടിട്ട് അറ്റ് r is equal to എത്രയാണ്? 10 is equal to 4 ഇൻറ്റു പൈ ഇൻറ്റു 4 ഇൻറ്റു പൈ ഇൻറ്റു 10² ഈക്വൽ 4 ഇൻറ്റു പൈ ഇൻറ്റു 10² എത്ര? 100 ഈസ് ഈക്വൽ ടു 400 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ. 9ാമത്തെ കണക്കിലെ ഡൗട്ട് മാറിയോ ശ്രീഹരി? ഓക്കെ. അപ്പോൾ നമുക്ക് 10ാമത്തെ കണക്കിലേക്ക് പോകാം. 10ാമത്തെ കണക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അടുത്ത കണക്ക് വായിക്കേണ്ടത് അമൃത എസ് കുമാർ ഉണ്ടോ ക്ലാസ്സിൽ? അമൃത എസ് കുമാർ, അമൃത എസ് കുമാർ ക്ലാസ്സിലുണ്ടോ? സാറുണ്ട്.
അമൃതേ 9 ആ ചോദ്യം വായിച്ചാൽ എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 10 വായിച്ചാട്ടെ. 10. ആ. A ladder 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? അമൃതയോടാണ് ചോദ്യം. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഒരു ലാഡർ ഒരു ചുമരില് ചാരി വെക്കുമ്പോ ഒരു റഫ് ഫിഗർ നമ്മൾ വരയ്ക്കാണ്. ഈ താഴ്വശത്തേത് ഗ്രൗണ്ട്, ഈ കുത്തനെ ഉള്ളത് അല്ല നമ്മുടെ ഭിത്തി. ഇതിൽ ഒരു ഏണി തേണ്ടി ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? ചാരി വെച്ചിരിക്കുന്നു. ഈ ഏണിയുടെ നീളം ക്വസ്റ്റിന് പറയുന്നുണ്ട് എത്ര ആണെന്ന്? 5 മീറ്റർ ആണ്. 5 meter. എ ലാഡർ 5 മീറ്റർ ലോങ് ഈസ് ലീനിങ് എഗൻസ്റ്റ് എ വാൾ. ഒന്നാമത്തെ സെന്റൻസിന്റെ അർത്ഥവും ഫിഗറും പിടി കിട്ടിയല്ലോ. ഓക്കെ, രണ്ടാമത്തെ വായിച്ചാട്ടെ. The bottom of the ladder is pulled along the ground. ബാക്കി വായിക്കേ. Away from the wall at the rate of 2 centimeter per second. ഈ ഏണിയുടെ ചുവട് ഭാഗം ഉണ്ടല്ലോ, അതിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് റൈറ്റിലോട്ട് വലത്തോട്ട് നമ്മൾ പതുക്കെ നിരക്കി മാറ്റുന്നു. ആ നിരക്കി മാറ്റുന്നതിൻ്റെ റേറ്റാണ് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. എത്ര? 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് 1 സെക്കൻഡിൽ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ താഴ്വശം വലത്തോട്ട് നിരക്കി മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അമൃതേ ബാക്കി. How fast is its height on the wall decreasing when the foot of the ladder is 4 meter? അവിടെ ഒരു കോമ ഇട്. ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി വാൾ ഡിക്രീസിങ്. അവിടെ ഒരു കോമ ഇട്. അതായത് എന്ത് വേഗതയിലാണ് ഇതിൻ്റെ ഈ മുകൾ വശത്ത് ഈ താഴ്വശം നമ്മളിങ്ങനെ വലത്തോട്ട് നിരക്കുമ്പോൾ മുകൾ വശം മുകളിൽ നിന്ന് പതുക്കെ താഴോട്ട് എന്ത് ചെയ്യും? ഇറങ്ങി വരും. അപ്പോൾ ഹൈറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കി മറ്റേത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. വെൻ ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ അവേ ഫ്രം ദ വോൾ എന്നുള്ളത് കൊടുത്തേക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ആദ്യം എല്ലാവരും ഈ ഫിഗർ ഒന്ന് വരച്ചേ റഫായിട്ട്. ആദ്യം എല്ലാവരും ഈ ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. വരച്ചോ? വേണ്ടേ? ഈ ചുവരും നമ്മുടെ ഏണിയുടെ ചുവടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ തൽക്കാലത്തേക്ക് എന്തെന്നെടുക്കുന്നു? എക്സ്. അതുപോലെ ഏണിയുടെ മുകൾ വശം ഇപ്പം ഇരിക്കുന്ന സ്ഥലവും നമ്മുടെ തറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഞാൻ തൽക്കാലത്തേക്ക് എന്തെന്നെടുക്കുന്നു? വൈ എന്നും എടുക്കും. എക്സും വൈയും മാർക്ക് ചെയ്തോ. അപ്പോൾ താഴോട്ട് എഴുതുക. എക്സ് ഈക്വൽ അല്ലെങ്കിൽ the distance of foot of the ladder, the distance of foot of the ladder from the wall equal x. ഓക്കെ, അടുത്ത വരിയിൽ the height of the wall at any time equal y. ഈ എക്സും വൈയും എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്താണ് എക്സ്, എന്താണ് വൈ?
എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വൈ എന്നൂടെ പറയാമോ? ഒന്നുകൂടെ നമ്മുടെ വൈ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നോ പറയാവുന്നോ? ആ ദ ഹൈറ്റ് ഓഫ് ദി വോൾ അറിയോ at any time equal the height of the wall at any time equal y. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, എൻ്റെ ചോദ്യം, ഈ എക്സും ഈ വൈയും ഈ 5ഉം തമ്മിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കലായ റിലേഷൻ ഉണ്ട്? എന്താണ്? ഇവർ 3 പേരുടെ ചേരുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. അപ്പം നമുക്കിവിടെ എന്ത് തിയറം അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം. അപ്പോൾ എഴുതിയാട്ടെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഐഡിയ കിട്ടാൻ വേണ്ടി ബ്രാക്കറ്റ് എഴുതി ഇട്ടാൽ മതി, യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ടേം ബൈ ടേം ആയിട്ട് പറഞ്ഞേ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ഹലോ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു dx by dt dt പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy by dt dy by dt ഈക്വൽ 25ൻ്റെ ഡെറിവേറ്റീവ് 0. ഇതിൽ നിന്ന് മൊത്തത്തിൽ എനിക്ക് 2 കട്ട് ചെയ്ത് കളയാം. 2 കട്ട് ചെയ്യുക മീൻസ് മൊത്തത്തിൽ നമ്മൾ 2 കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഇവിടം വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല സർ. ഇതിലുള്ള ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്ന ഇക്വേഷനിലെ ആരെയെങ്കിലും കുറിച്ച് ചോദ്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ ഏണിയുടെ ചുവട് തറയിലൂടെ നിരക്കി മാറ്റുന്നതിൻ്റെ സ്പീഡ് പറയുന്നുണ്ട്. ഏണിയുടെ ചുവട് തറയിലുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വലിയ എഴുതുക, ഗിവൺ ദാറ്റ് dx by dt ഈക്വൽ ആരും മിണ്ടുന്നില്ല. 2 centimeter per second. 2 centimeter per second. അത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കാമല്ലോ. പറഞ്ഞാട്ടെ. x into 2 plus y into dy by dt y into dy by dt is equal to 0. അപ്പം അങ്ങനാണെന്നുണ്ടെങ്കിൽ y dy by dt യുടെ വില എന്തോ വരും? -2x. അപ്പോൾ dy by dt യുടെ വില -2x by y. -2x by. അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തിനാണ് ഈ dy by dt യുടെ വില ഇതിൽ നിന്ന് കണ്ടുപിടിച്ചത്? ഈ തറയിൽ നിന്ന് ഏണിയുടെ മുകൾ വരെയുള്ള പൊക്കമാണ് y ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അതിങ്ങനെ താഴോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റേറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ റേറ്റാണ് സിമ്പലിൽ എഴുതുമ്പോൾ എന്താകുന്നത്? dy by dt ആകുന്നത്. ആരാകുന്നത്? dy by dt. അപ്പം അത് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിൻ്റെ വിലയും അറിയണം. ഇതിൽ ഒരാളുടെ വിലയെ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളൂ. ആരുടെ വിലയാന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ആ 4 മീറ്റർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? എക്സിനെ കുറിച്ചാണോ വൈയെ കുറിച്ചാണോ? എക്സിനെ കുറിച്ച്. അപ്പോൾ എഴുതുക, വെൻ എക്സ് is equal to 4. എക്സിൻ്റെ വില അറിയാമെങ്കിൽ വൈയുടെ വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എന്താണെന്ന്?
25 ആ അവിടോട്ട് വില കൊടുത്ത് പറഞ്ഞാട്ടെ 4 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ 25 4 സ്ക്വയർ എത്ര 16 പ്ലസ് y സ്ക്വയർ ഈക്വൽ 25 അപ്പോൾ y സ്ക്വയർ എന്താ കിട്ടും 25 മൈനസ് 16 അപ്പോൾ y സ്ക്വയർ ഈക്വൽ y സ്ക്വയറിന്റെ വില 9 ആണെങ്കിൽ വൈയുടെ വില അപ്പോൾ റൂട്ട് 9 പ്ലസ് ഓർ മൈനസ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ നെഗറ്റീവ് വാല്യൂ വരുത്തില്ല. നമ്മൾ വൈയുടെ വില എന്തായിട്ട് എടുത്തു 3 ആയിട്ട് എടുത്തു. ഇത് കൊണ്ടുവന്ന് ഇനി എവിടെ കൊടുക്കണം ഡി ഡി എക്സ് ബൈ ഡി ടിക്കകത്ത് അല്ല ഡി വൈ ബൈ ഡി ടി കൊടുക്കണം. അപ്പോൾ എഴുതുക ഡി വൈ ബൈ ഡി ടി ഈക്വൽ -2 ഇൻറ്റു എക്സിൻ്റെ വില എത്ര 4 ബൈ വൈയുടെ വില 3. അപ്പോൾ മൈനസ് 8/3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇത്ര എഴുതിയോ? ഇത്രയും എഴുതിയോ? അതിന് താഴെ എഴുതണം വിച്ച് ഇംപ്ലൈസ് ഹൈറ്റ് ഓഫ് ലാഡർ on wall is decreasing at the rate of 8/3 സെന്റിമീറ്റർ. അല്ലല്ല, അതുകൊണ്ടാണ് മുകളിൽ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ഡിക്രീസിങ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മൈനസ് ഒഴിച്ച് പറഞ്ഞത്. റേറ്റ് ഓഫ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഡിക്രീസിങ് എന്നുള്ള വാക്കുള്ളപ്പോൾ പിന്നെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞതല്ല, അല്ലെ 2 നെഗറ്റീവ് ചേരുമ്പോൾ പോസിറ്റീവായി മാറും. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും 10ാമത്തെ കണക്കിൻ്റെ ഡൗട്ട് മാറിയോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 11ാമത്തെ കണക്കിലേക്ക് പോകാം. 11ാമത്തെ കണക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ലാസ്റ്റിലത്തെ കണക്ക് വായിച്ചതാരായിരുന്നു? നമ്മുടെ ആരണ്യായിരുന്നു വായിച്ചില്ലയോ? ഫൗസിയ ഉണ്ടോ ക്ലാസ്സില്? ഓക്കെ, ഫൗസിയ 11ാമത്തെ കണക്കൊന്ന് വായിച്ചാട്ടെ. A particle moves along the curve 6y is equal to x cube plus 2. Find the points on the curve at which the y coordinate is changing 8 times as fast as the x coordinate. അപ്പോൾ എന്താണ് ഫൗസിയ ചോദ്യത്തിന്റെ അർത്ഥം? ഒരു 6y is equal to x cube plus 2 എന്ന കർവിൽ കൂടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അതായത് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. ആ മൂവ് ചെയ്യുന്ന പാത്ത് നമ്മളൊന്ന് ജോമെട്രിക്കലായിട്ട് മനസ്സിലാക്കിയപ്പോൾ അത് വേണ്ട ഈ ഷേപ്പിലാണ് പോകുന്നത്. 6y ഈക്വൽ എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറയുന്ന കർവിൻ്റെ ഷേപ്പിലാണ് ആ പാർട്ടിക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. കർവിലെ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയുള്ള പോയിന്റ്? എക്സ് കോർഡിനേറ്റിനെക്കാട്ടി 8 ടൈംസ് വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു. വൈ കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 ടൈംസ് ആസ് ഫാസ്റ്റ് ആസ് ദി എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് മാറുന്നതിനേക്കാൾ 8 മടങ്ങ് വേഗതയിൽ വൈ കോർഡിനേറ്റ് മാറുന്ന പോയിന്റ് ഈ കർവേലെ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എഴുതിയാട്ടെ. ആദ്യം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ കൊണ്ട് എടുത്തെഴുതുന്നു. 6y ഈക്വൽ എക്സ് ക്യൂബ് പ്ലസ് 2 ആണോ?
ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ഏതാ നോക്കി ഇവിടുത്തെ ഇക്വേഷൻ കണ്ടോ, 6y = x³ + 2. വൈയെ ഇൻ ടേംസ് ഓഫ് എക്സിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയുമാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞാട്ടെ. 6 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അങ്ങോട്ട് മാറ്റി നിർത്തി. വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ x³ ഡെറിവേറ്റീവ് 3x². 3x². 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 വരും. സോ dy/dx is equal to 3x²/6. 3ഉം 6 വെട്ടിയാൽ 2 കിട്ടും. അപ്പോൾ dy/dxൻ്റെ വില എന്ത് കിട്ടും, x²/2. ഇവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇനി ചോദ്യത്തിലൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ, കണ്ടീഷൻ നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ പോകും. എഴുത്, സിൻസ് y is changing 8 times as fast as x. Since y is changing 8 times as fast as x. x എന്ത് രീതിയിൽ അല്ലെങ്കിൽ എന്തളവിൽ മാറുന്നോ അതിൻ്റെ 8 മടങ്ങ് ചേഞ്ച് എവിടെ ഉണ്ടാകും, വൈയിലുണ്ടാകും. ഇത് നിങ്ങൾക്കൊന്ന് മാത്തമാറ്റിക്കലായിട്ട് പറയാമോ? എക്സ് അല്ല, dy/dx ഈക്വൽ ടു അല്ല, dy/dx ഈക്വൽ ടു 8. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് dy/dx? ചേഞ്ച് ഇൻ y ഇൻ ടേംസ് ഓഫ് എക്സ്. എക്സിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് വൈയിലുണ്ടാകുന്ന ചേഞ്ചിനെ അല്ലേ നമ്മൾ dy/dx എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എത്രയാണ്, 8. ഇപ്പം പറഞ്ഞ സെൻറ്റൻസിന് അർത്ഥം പിടികിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായി സർ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ dy/dxന് എത്ര വിലയുണ്ട് നിങ്ങളുടെ കയ്യിൽ? 2 വില. ഏതൊക്കെയാണ്? ഒരു x²/2 ഉണ്ട്, ഒരു 8 ഉണ്ട്. രണ്ടുകൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്തേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് x²/2 ഈസ് ഈക്വൽ ടു 8. ആണോ? അപ്പോൾ x² ഈക്വൽ, എൻ്റെ പിള്ളേർ മിണ്ടായിരിക്കുന്നത്, x² ഈക്വൽ 8 × 2. 8 × 2 ഈക്വൽ 16. x²ൻ്റെ വില 16 ആണെങ്കിൽ എക്സിൻ്റെ വില 4 ± √16. അപ്പോൾ x ഈക്വൽ ±4. നമ്മളിതിൽ ആദ്യത്തെ വില എടുക്കുന്നു. വെൻ x is equal to 4, ഈ വില കൊണ്ടുപോയി എവിടെ കൊടുക്കണം? ഇതേണ്ട ഈ ആദ്യം കിടക്കുന്ന ഇക്വേഷനിലോട്ട് കൊടുക്കണം. പറഞ്ഞാട്ടെ, പറഞ്ഞോ. 6y ഈക്വൽ, പറ പിള്ളേരെ, 6y ഈക്വൽ 4³ + 2. അപ്പം 6y ഈസ് ഈക്വൽ ടു 4³ എത്ര? 64 64 + 2. അപ്പോൾ 6y ഈക്വൽ 64 + 2 66. അപ്പോൾ y ഈക്വൽ 11. 66/6 ഈക്വൽ 11. എഴുതിയോ? അപ്പോൾ അടുത്ത വരിയിൽ therefore the point is എക്സിന് കൊടുത്ത വില എത്ര? 4. വൈക്ക് കിട്ടിയ വില 11. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റ്. അതായത് ഈ കർവേലെ
4,11 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് എക്സിനുണ്ടാകുന്ന ചേഞ്ചിൻ്റെ 8 മടങ്ങ് ചേഞ്ച് ആർക്കുണ്ടാകും? വൈക്ക് ഉണ്ടാകും. ഇനി അടുത്ത വില എടുക്കണമല്ലോ, പറഞ്ഞാട്ടെ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -4, ഈ വില കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞാട്ടെ. 6y ഇസ് ഈക്വൽ ടു -4 ക്യൂബ് എ പ്ലസ് 2. അപ്പോൾ 6y ഈക്വൽ -4 ക്യൂബ് എത്ര പിള്ളേരെ? -64 പ്ലസ് 2. അപ്പോൾ 6y ഈക്വൽ -64 പ്ലസ് 2. -62. അപ്പോൾ y ഇസ് ഈക്വൽ ടു -62/6. മൈനസ് എത്ര കൊണ്ട് കട്ട് ചെയ്യാം നമുക്ക്? പറഞ്ഞു 2 കൊണ്ട്. അപ്പം 31/3. അപ്പോൾ അടുത്ത എഴുതണം. therefore the point is എക്സിന് കൊടുത്ത വില -4. വൈക്ക് കിട്ടിയ വില -31/3. അപ്പോൾ എഴുതി വെക്കണം. പറയട്ടെ. ലാസ്റ്റ് കൺക്ലൂഷൻ which implies the required points on the curve are ആരൊക്കെയാണ്? 4, 11 -4, -31/3. ഓക്കെ. അപ്പോൾ ഈ കണക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ.